ആശ്വാസത്തിന് വേണ്ടിയിട്ടോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളെ തന്നെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രോസസ്സ് കൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങും. ആ ഒരു ഏരിയയിലൊക്കെയാണ് സൂഫിസം അതിനോടനുബന്ധിച്ചുള്ള പ്രാക്ടീസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിനകത്തും എൻ്റെ പ്രാക്ടീസിനകത്തും കടന്നു വരുന്നത്. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നമ്മുടെ ആങ്സൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുത്ത് നമ്മളെ തന്നെ വാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എവിടെയെങ്കിലും പോകും. നേരെ രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു സ്ഥലത്തേക്ക് വരയ്ക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ നല്ലൊരു രസകരമായ ഒരു കുളം അല്ലെങ്കിൽ ഒരു ആമ്പൽത്തോട്ടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് നേരം അതിനെ മുന്നിലിരുന്ന് ആസ്വദിക്കുകയും അതിനെ ആമ്പൽക്കുളവും മാമ്പലും എങ്ങനെയാണോ അത് കിടക്കുന്നത് അതിൻ്റെ ഭാരവും ഒക്കെ ഞാൻ അതിനെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ പെയിന്റിങ്ങിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലേക്കാണോ ഞാൻ അതിനെ അവിടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് ആ പ്രസൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടന്നു വരും. അതാണ് അതിൻ്റെ ഒരു മാജിക്ക്. ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് മാജിക്ക് സംഭവിക്കാൻ പോകുന്നത് കളറിനകത്തായിരിക്കും. കളറാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതോടുകൂടെ പിന്നെ ഞാൻ വരയ്ക്കാൻ ഡിസിഷൻ എടുക്കുകയും പിന്നെ അതിനൊക്കെ ഞാൻ കളറായിട്ടും ഫോമുകളായിട്ടും മാത്രം കാണുകയും അവിടെയാണ് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു എനിക്ക് പറയാൻ പറ്റാത്തൊന്ന് സംഭവിക്കുന്നത്. ഒരു ആമ്പല് കാണുന്ന സമയത്ത് അതിനകത്ത് കാണുന്ന റിഫ്ലക്ഷൻ കാണുന്ന സമയത്ത് അതിനെ റിഫ്ലക്ഷൻ ആയിട്ട് കാണാതെ അതിനെ വെറും കളറായിട്ട് കണ്ട് അതിനെ ഒബ്സർവ് ചെയ്യാം, എൻ്റെ പ്രതലത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചോളം അവിടെ വർക്കാവുന്നത്. അതങ്ങനെ സ്പോണ്ടൈനിറ്റി ഉള്ളത് അങ്ങനെ വന്നോളും. ഇന്നറായിട്ടും പെരിഫറലായിട്ടും മൊത്തത്തിലൊരു സൈലൻസിനെ കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ അസ്തിത്വം ആഗ്രഹിക്കുന്നത് ആ ഒരു സൈലൻസിന് വേണ്ടിയിട്ടൊന്നല്ല. പക്ഷേ എന്നാൽ ഭയങ്കര സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം എപ്പോഴും മനസ്സിനകത്ത് ഉണ്ട് താനും.